ഖത്തറിനു നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇറാനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. അതുണ്ടായില്ലെങ്കിൽ ഇസ്രായേൽ ബോംബിട്ട സൗത്ത് പാർസ് പ്രകൃതിവാതക പാടകം മുഴുവനായും US കത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സൗത്ത് പാർസിലെ ഏതാനും അടിസ്ഥാന സൗകര്യങ്ങളായിരുന്നു ബുധനാഴ്ച ഇസ്രായേൽ ആക്രമിച്ചത്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് USന് ഒന്നും അറിയില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഇസ്രായേലിനെ ശാസിച്ചെന്നും അവരുടെ ഭാഗത്തുനിന്ന് സൗത്ത് പാർസിനു നേരെ ഇനിയൊരാക്രമണം ഉണ്ടാവില്ലെന്നും അവകാശപ്പെട്ടു. എന്നാൽ ഖത്തറിനെ ഇറാൻ ആക്രമിക്കുന്നത് തുടർന്നാൽ US തന്നെ സൗത്ത് പാർസ് കത്തിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്നിരുന്നു. ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാൻ യുദ്ധത്തിലെ നാടകീയമായ സംഘർഷങ്ങളെ അപലപിച്ച് ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ദീർഘമായ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സൗത്ത് പാർസ് എണ്ണപ്പാടം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഇതിന് തിരിച്ചടിയായി ഖത്തറിലെ LNG പ്ലാന്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ കേന്ദ്രങ്ങൾക്കു നേരെ ഇറാനും ആക്രമണം നടത്തി. അതെ, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. ഇനി അവരത് ചെയ്യില്ല. നെതന്യാഹുവുമായുള്ള സംഭാഷണം സ്ഥിരീകരിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു. ഞങ്ങൾ സ്വതന്ത്രരാണ്. മികച്ച ബന്ധമാണ് ഞങ്ങൾക്കിടയിലുള്ളത്. കാര്യങ്ങൾ ഏകോപിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. അതിനാൽ അത്തരം കാര്യങ്ങൾ ഇനി തുടരില്ല, ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ യുദ്ധം അമേരിക്കയിലും ഇന്ധനവില വർധനവിന് കാരണമായിട്ടുണ്ട്. സൗത്ത് പാർസ് ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നുവെന്ന് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ട്രംപ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഖത്തറിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ തങ്ങൾ തന്നെ പൂർണ്ണമായും തകർക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്ത് ഇത്ര വലിയൊരു നാശനഷ്ടത്തിന് ഞാൻ അനുമതി നൽകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഖത്തറിലെ LNG പ്ലാന്റ് വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കാൻ ഞാൻ മടിക്കില്ല, ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും സഖ്യകക്ഷികൾ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ഇസ്രായേലിന്റേത് വിവേകശൂന്യമായ നടപടിയെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രതികരിച്ചു. ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് ഇറാനെതിരെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, ജപ്പാൻ, കാനഡ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളും രംഗത്തെത്തി. അതിനിടെ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട കപ്പൽ പാതയായ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ അടിയന്തരമായി തയ്യാറാകാത്ത നാറ്റോ സഖ്യത്തിനെതിരെ ട്രംപ് രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്.